പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ആക്കുന്നതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഈ കർത്താവിന്റെ വചനത്തെ നമ്മൾ എത്രത്തോളം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വ്യക്തിപരമായ നിലയിൽ മനസ്സിലാക്കുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നിടത്തോളം ചെയ്യാൻ കഴിയുന്ന മറ്റൊന്നിനുമില്ല. ദൈവവചനത്തിന്, പ്രത്യേകിച്ച് ദൈവവചനത്തിന് നമ്മുടെ സകല പ്രപഞ്ചത്തിന്റെ മേലും സകല ചരാചരങ്ങളുടെ മേലും ആധിപത്യം ഉറപ്പിച്ച സൃഷ്ടിതാവായ ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിതാവ്, എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ചരാചരങ്ങളുടെയും പുറകിൽ മറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും നമ്മൾ വേണ്ട പോലെ പലപ്പോഴും മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്, തളർന്നു പോകുന്നത്, തകർന്നു പോകുന്നത്. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അല്ലെ, നമ്മൾ ജനിച്ചു വളർന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം, അല്ലെ, നമ്മൾ ജനിച്ചു വളർന്ന കുടുംബത്തിനകത്ത് ഒരുപക്ഷെ നമുക്ക് കുടുംബ ബന്ധങ്ങൾ ശരിയല്ലാത്ത ഒരു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ അത് നമ്മുടെ ജീവിത സ്വഭാവത്തെ സ്വാധീനിക്കാറുണ്ട്. സമൂഹത്തില് പലപ്പോഴും പല സാഹചര്യങ്ങളും, അല്ലെ, പല സാഹചര്യങ്ങളും നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ പെരുമാറ്റ രീതികളും ഒക്കെ സ്വാധീനിക്കാറുണ്ട്. എന്നാൽ എപ്പോഴാണോ ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിൻ്റെതായ നിലയിലുള്ള മാന്യതയോടെ നമ്മൾ കാണുന്നത്, അപ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പരിവർത്തനം, ആ ദൈവവചനം കൊണ്ടുവരുന്ന പരിവർത്തനം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു വലിയ മാറ്റം. അത് മനുഷ്യന്റെ ബുദ്ധിക്കോ മനുഷ്യന്റെ ചിന്തകൾക്കോ ഒന്നും അതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തില് അതിന്റെ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഈ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ഭൂമിയുടെ സൃഷ്ടിക്കും ഭൂമിയുടെ ഇപ്പോഴുള്ള നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സകല ചരാചരങ്ങളുടെയും നിലനിൽപ്പിനും രൂപത്തിനും ഭാവത്തിനും എല്ലാം കാരണം നമ്മൾ കാണുന്ന ചില കാര്യങ്ങളല്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലെ, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ്, ദൃശ്യമായതല്ല അതിന് കാരണം എന്ന് വരുമാറ് അവിടെ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് വരുത്തുന്ന പരിവർത്തനം, മാറ്റം, അത് അസാധാരണമായിരുന്നു. അപ്പൊ നമ്മൾ തോൽക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നിരാശയുടെ ചിന്തകൾ വരും. കാരണം നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എനിക്ക് കുറച്ചുകൂടെ സാഹചര്യം നല്ലതായിരുന്നുവെങ്കിൽ എനിക്കിപ്പോഴുള്ള ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. എന്റെ മാതാപിതാക്കൾ നല്ലതായിരുന്നെങ്കിൽ, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ വലിയ കുടുംബത്തിൽ ജനിച്ച്, നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും അതിനെ നമ്മൾ മറ്റൊന്നിനെ കൊണ്ട് അതിനെ ആശ്വസിപ്പിക്കാനുണ്ട്. അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായിരുന്നു, ഇതായിരുന്നു, അതായിരുന്നുവെങ്കിൽ എന്നൊന്നും ചിന്തിച്ച് മനസ്സിനെ നിങ്ങൾ കുഴപ്പത്തിലാക്കരുത്. പകരമായിട്ട് നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകണം, എന്റെ ജീവിതത്തിന് ഇന്ന് വേണ്ടതും നാളെ വേണ്ടതും മുഴുവൻ യേശു ക്രിസ്തു തന്റെ ക്രൂശ് മരണം കൊണ്ട് സമ്പാദിച്ചെടുത്തു. അവൻ എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സകലതും ക്രൂശിൽ ചെയ്തു തീർത്തു. ആകയാൽ ശാപത്തിനോ രോഗത്തിനോ ദാരിദ്ര്യത്തിനോ പ്രതികൂലങ്ങൾക്കോ എന്റെ ജീവന്റെ മേൽ, എന്റെ ജീവിതത്തിന് മേൽ ഒരു അധികാരവുമില്ല. അതുകൊണ്ട് ഞാൻ ക്രിസ്തു വീണ്ടും ജനിച്ചവരാന്നുള്ള ബോധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, വചനത്താൽ വീണ്ടും ജനിച്ചവരാന്നുള്ള ബോധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. അതായത് ഈ ലോകത്തിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ആദമിനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദമിനെ സൃഷ്ടിച്ചുവെങ്കിലും നമുക്ക് പിന്നത്തതിൽ കാണാൻ കഴിയുന്നത് ആദാമിന്റെ ജീവിതത്തിൽ ആദാമും ഹവയും ദൈവ വചനത്തെ അനുസരിക്കേണ്ടതിന് പകരം അനുസരണക്കേടിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വലിയ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി. അതായത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും തുടരേണ്ടിയിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തെ നഷ്ടപ്പെടുത്തി സാദൃശ്യത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെ ആ സാഹചര്യത്തെ സ്വരൂപത്തെ നഷ്ടപ്പെടുത്തിയവനായ ആദമിനെ
യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവ സ്വരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഫിലിപ്പ് ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിക്കണമെന്ന് വെക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി. അതായത് ദൈവത്തിന്റെ സ്വരൂപവും മനുഷ്യന്റെ സാദൃശ്യവും, ഇത് രണ്ടും നമുക്ക് യേശുവിൽ കാണാൻ കഴിയും. അതായത് ദൈവത്തിലുള്ള പിതാവിന്റെ നേച്ചറും മനുഷ്യനിലുള്ള പുത്രന്റെ നേച്ചറും, ഉണ്ടായിരിക്കേണ്ട പുത്രന്റെ നേച്ചറും, ഇത് രണ്ടും യേശുവില്, ഈ കോമ്പിനേഷൻ നമുക്ക് യേശുവിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ ദൈവത്തെ നമുക്ക്, ആ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മുഴുവൻ പരിവർത്തനം വരുത്തത്തക്ക, നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും പരിവർത്തനം വരുത്തുവാനായിട്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അവൻ പാപത്തിന് വില കൊടുത്തു, പുനരുത്ഥാനം ചെയ്തിരുന്ന് ജീവിക്കാം. അങ്ങനെ പുനരുത്ഥാനം ചെയ്ത് ജീവിക്കുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ കർത്താവ് ഇന്ന് ജീവിക്കുന്ന നിങ്ങളിലും എന്നില്ല. പാപത്തിനും ശാപത്തിനും വില കൊടുത്തവനായ യേശുക്രിസ്തു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്തവനായ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് ഇന്ന് നിങ്ങളിലും എന്നിലും വസിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻ എന്താ? തോൽക്കാനായിട്ടാണോ പ്ലാൻ? തകരാനായിട്ടാണോ പ്ലാൻ? ഇല്ല, തകരത്തില്ല, തോൽക്കത്തില്ല. ഒരു കാരണവശാലും സാഹചര്യങ്ങളൊക്കെ എന്തുവാകട്ടെ, നാം തോൽക്കത്തില്ല, തകരത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആമേൻ, 100% ഉറപ്പാണ്. നാം തകരത്തില്ല, തോൽക്കത്തില്ല എന്നത് 100% ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ തകർന്നവരും, ജീവിതത്തിനകത്ത് സകല നമ്മൾ പറയത്തില്ല, എനിക്ക് ഇനി ഒരു ഹോപ്പുമില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല, അങ്ങനെ പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളായി തീർന്നാലും അവിടുന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് സാധിക്കുന്നവനാണ് കർത്താവ്. പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി ഇന്നും ചലിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അങ്ങനെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് നാം അനുരൂപമാകാനായിട്ട് നമ്മളെ മുൻനിർണയിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത്, ഏകജാതനായിരുന്ന പുത്രൻ ആദ്യജാതനാകേണ്ടത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും നമ്മുടെ പാപം ചുമന്നുകൊണ്ട് മരിച്ചതും നമ്മളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ, അത് യേശുക്രിസ്തുവിൽ സംഭവിച്ച കാര്യമാണ്. യേശുക്രിസ്തുവിലെ ക്രൂശുമരണ പുനരുത്ഥാനത്തിലൂടെ അവൻ നമ്മുടെ പാപത്തിന് വില കൊടുത്തു. അതായത് നമ്മള് മക്കളായിരുന്നു നമ്മുടെ ജീവിതത്തിനകത്ത്, മക്കളല്ലാതെയായി തീർന്ന നമ്മുടെ ജീവിതത്തിനകത്ത്, ആ മക്കളല്ലാതിരിക്കെ നമ്മളെ മക്കളാകാനായിട്ട് എന്ത് വില കൊടുക്കണോ അത് മുഴുവൻ യേശുക്രിസ്തുവിൽ കൊടുത്തു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും പുനരുത്ഥാനത്തിലൂടെ നമ്മുടെ പാപത്തിനും ശാപത്തിനും പൂർണ്ണമായ വില കൊടുത്തു. അങ്ങനെ പൂർണ്ണമായ വില കൊടുത്തത് നിമിത്തം നിങ്ങൾക്കും എനിക്ക് ലഭിച്ചത് എന്താണ്? ആ പുത്രത്വം വീണ്ടും ലഭിച്ചു. ആ മക്കൾ എന്ന് പറഞ്ഞ പദവി നമുക്ക് വീണ്ടും ലഭിച്ചു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അനേക പുത്രന്മാർ, അത് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനത്തില് അതിന്റെ 8-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം: അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അവിടെ ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയുകയാണ്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അവിടെ പറയുന്നത് നമ്മൾ ഓരോരുത്തരും അവനോട് അനുരൂപമാകാനായിട്ട് മുൻനിയമിച്ചു, അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ട്, അല്ലെ? ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവില് ഉണ്ടായിരുന്നത് ദൈവത്തിന്റെ സ്വരൂപവും ആദാമിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ സാദൃശ്യവും. എന്നാൽ ഇത് രണ്ടും എവിടെ ഉണ്ടായിരുന്നു? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ എങ്ങനെയാ? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാല് പാപം ചെയ്തപ്പോ മനുഷ്യന് ആ സ്വരൂപം നഷ്ടപ്പെടുത്തി സാദൃശ്യമുണ്ട്. സ്വരൂപം നഷ്ടപ്പെടുത്തി. സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രകൃതം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി, തേജസ്, ഇതൊക്കെ. അതുകൊണ്ടാണ് റോമാലേഖനം 3-21 വാക്യത്തിൽ പറഞ്ഞത്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരാകും. അപ്പൊ പാപം ചെയ്തപ്പോ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി, ആ സ്വരൂപം നഷ്ടപ്പെടുത്തി. സ്വരൂപം നഷ്ടപ്പെടുത്തിയതായ മനുഷ്യന് സാദൃശ്യമുണ്ടായിരുന്നു, ദൈവത്തിന്റെ സാദൃശ്യമുണ്ടായിരുന്നു. അപ്പൊ യേശുക്രിസ്തു എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്വരൂപവും മനുഷ്യന്റെ സാദൃശ്യവും ദൈവത്തിൽ നിന്ന് കിട്ടിയ സാദൃശ്യമാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടുമുള്ളവനായി, അതായത് ആദിയിൽ എങ്ങനെ ആദാമിനെ സൃഷ്ടിച്ചപ്പോ ആദാമായിരുന്നോ അതുപോലെ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യമുള്ളവനായിട്ട് കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇന്ന് നിങ്ങളും ഞാനും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മളിൽ എന്താ സംഭവിച്ചത്? നമ്മളെ എന്തിനാണ് മുൻനിയമിച്ചത്? അവന്റെ പുത്രൻ അനേക പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ട്. അപ്പൊ യേശുവിന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അവന്റെ മരണ പുനരുത്ഥാനത്തിലെ വിശ്വാസത്തിലൂടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ സാദൃശ്യത്തിലുള്ളവരായി നമ്മൾ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമുള്ളവരായിട്ട് നമ്മൾ മാറും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ സാദൃശ്യം മാത്രം ഉണ്ടായിരുന്ന ആദാമ്യ തലമുറയെ ദൈവത്തിന്റെ സ്വരൂപവും മനുഷ്യന്റെ സാദൃശ്യവുമുള്ളവരായിട്ട് നമ്മളെ മാറ്റി. ശരിക്കും പറഞ്ഞാല് ദൈവത്തിന്റെ തന്നെ സാദൃശ്യവും ദൈവത്തിന്റെ തന്നെ സ്വരൂപമുള്ളവരായിട്ട് മനുഷ്യനെ മാറ്റി. അതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് പുനരുത്ഥാനത്തോടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനത്തില് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. എങ്ങനെ? അതേ പ്രതിമയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അതായത് ആദാമ്യ തലമുറ മുഴുവൻ അവരുടെ ജീവിതത്തിനകത്ത് ശാപവും ദാരിദ്ര്യവും രോഗവും നിന്ദയും ഒക്കെ ചുമന്ന് നടക്കുമ്പോൾ, ഭാരവും പ്രയാസവും ചുമന്ന് നടക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചത് എന്താണ്? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ആ കർത്താവായ യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്. ലാസറിന്റെ കല്ലറവാതിൽക്കൽ വെച്ച് മാർത്ത പറഞ്ഞു, കർത്താവെ, നീ അങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശു പറഞ്ഞില്ല, അവൻ ഉയർത്തെഴുന്നേൽക്കും. പെട്ടെന്ന് മാർത്തയുടെ മറുപടി ഇതായിരുന്നു, എനിക്കത് അറിയാം, ഒടുക്കത്തെ പുനരുത്ഥാന നാളിൽ എഴുന്നേൽക്കും. യേശുവിന്റെ പെട്ടെന്നുള്ള മറുപടി ഇതായിരുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. I am the life and the resurrection. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും. യേശുക്രിസ്തുവിൽ സംഭവിച്ചത് ജീവനും പുനരുത്ഥാനവും അവനായിട്ട് മാറി. പുനരുത്ഥാനമാരാ? യേശു. ജീവനാരാ? യേശു. അപ്പൊ ജീവനും പുനരുത്ഥാനമായിട്ട് യേശു മാറി. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരിടത്തും ഒരു മേഖലയിലും ഒരു സ്ഥലത്തും തകർന്നു പോകാനുള്ളവരല്ല. കാരണം നാം ചുമക്കുന്നത് ദാരിദ്ര്യമല്ല, നാം ചുമക്കുന്നത് ശാപമല്ല, നാം ചുമക്കുന്നത് തോൽവിയല്ല, നാം ചുമക്കുന്നത് ജീവനും പുനരുത്ഥാനവും. യേശുക്രിസ്തു എന്തായിരുന്നോ അതേ സ്വരൂപത്തോട് അനുരൂപമാകാനായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പുനരുത്ഥാന ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് യേശുക്രിസ്തുവിൽ വസിച്ച പുനരുത്ഥാന ശക്തി എന്ന് പറയുമ്പോൾ, പുനരുത്ഥാനം എന്ന് കേൾക്കുമ്പോൾ പുനരുദ്ധരിക്കുക, വീണ്ടും ഉദ്ധരിക്കുക. അതായത് എവിടെ തകർന്നു കിടന്നോ, എവിടെയാണോ ശൂന്യമായത്, അവരെ വീണ്ടും അവരാദ്യമായിരുന്ന നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരിക, പുനരുദ്ധരിക്കുക. എന്താണ്? ഹല്ലേലൂയ. ആദാമിൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ സാദൃശ്യവും ദൈവത്തിന്റെ സ്വരൂപവും ഉണ്ടായിരുന്നു. ഇപ്പൊ പുനരുത്ഥാന ശക്തി എന്താണ് ചെയ്യുന്നത്? ആദാമിന് നഷ്ടപ്പെട്ടു പോയ അവൻ ആ സ്വരൂപത്തെ പുനരുദ്ധരിക്കുന്നു. പുനരുത്ഥാന ശക്തി ചെയ്യുന്ന കാര്യമാണ് പുനരുദ്ധരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിനോട് സംഭവിച്ച കാര്യം എന്താ? നമ്മളെ പുനരുത്ഥാനത്തിലേക്ക് നടത്തി. നമ്മൾ പുനരുത്ഥാനത്തിന്റെ മക്കളാണ്, ഉയർപ്പിന്റെ മക്കളാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും, ഏതൊക്കെ വെല്ലുവിളികളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നെങ്കിലും, അവൻ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തിട്ടുള്ള നന്മകളും അത്ഭുതങ്ങളും, ഹല്ലേലൂയ, അവൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ.
എത്രയോ വെല്ലുവിളികളിൽ കൂടെ നമ്മൾ കടന്നുപോയി അല്ലെ? അവിടെല്ലാം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? പലപ്പോഴും തീർന്നുവെന്ന് കരുതിയ ചില മേഖലയിൽ, ജീവിതത്തില്, സാമ്പത്തികമായ മേഖലയിൽ, ആരോഗ്യത്തില്, സാമ്പത്തിക മേഖല, അതുപോലെ നമ്മുടെ പല മേഖലകളിൽ കഴിഞ്ഞു, ഇനി മുന്നോട്ടില്ല എന്നതുപോലെ മനസ്സ് മരവിച്ചു പോയ സമയമില്ല. ഇല്ല, എനിക്ക് വേറൊരു സ്റ്റെപ്പ് എടുത്തേക്കാവുന്നോർത്ത് തെറ്റായ വഴികളിൽ കൂടെ പോകാൻ ചിന്തിച്ച സമയങ്ങളില്ല. ഈ പുനരുത്ഥാന ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, മരിച്ചുപോയതിനെ, നിർജീവമായതിനെ, ജീർണിച്ചു പോയതിനെ, ജീവനില്ലാതായതിനെ വീണ്ടും ജീവിപ്പിക്കുന്ന ശക്തി, അത് നിങ്ങളിലും എന്നിലും വസിക്കുന്നത് പുനരുത്ഥാന ശക്തിയാണ്. അവന്റെ രൂപത്തോട്, അവന്റെ സ്വരൂപത്തോട് അനുരൂപമായിക്കൊണ്ടിരിക്കുക നമ്മൾ. ഹല്ലേലൂയ. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം ആദം കഴിച്ചതിലൂടെ എന്താ സംഭവിച്ചത്? മരണം. എന്തായിരുന്നു മരണം? മരണം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട്, മുടിയനായ പുത്രൻ തന്റെ അപ്പനോട് സ്വത്തെല്ലാം ചോദിച്ചു. അപ്പൊ സ്വത്തൊക്കെ കൊടുത്തു. ഈ സ്വത്ത് മുഴുവൻ വിറ്റ് എല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്ര. തന്റെ സ്വത്ത് മുഴുവൻ നാനാവിധമാക്കി കളഞ്ഞവനെ അവൻ മടങ്ങി വന്നപ്പോ അവനൊന്ന് അപ്പന്റെ അടുക്കൽ വന്ന് നാടകീയമായ നിലയിൽ എല്ലാം പ്ലാൻ ചെയ്തു വരിക. ഇവിടെ ചെന്ന് അപ്പനോട് പറയേണ്ട വാക്ക് എന്താണ് എന്ന് അവന്റെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിൽ എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് മനസ്സിലെല്ലാം റീസെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അങ്ങനെ ഇതെല്ലാം റീസെറ്റ് ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അപ്പൻ ഓടിച്ചത്, ദൂരത്ത് നിന്ന് തന്നെ അവനെ കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ കട്ടിപ്പിടിച്ച് അവനെ ആലിംഗനം ചെയ്ത് പുത്രൻ നിലയിൽ വീണ്ടും സ്വീകരിച്ചപ്പോ അവൻ പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തോട് അങ്ങോട്ട് പാപം ചെയ്തിരിക്കും. ഉടൻ തന്നെ അപ്പനോടെ പറഞ്ഞൊരു കാര്യമാണ്, വേഗം വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് നല്ല വസ്ത്രം കൊടുക്കുക, മോതിരം കൊടുക്കുക, ചെരുപ്പ് കൊടുക്കുക, വലിയ കാളയെ അറുത്ത് ഉത്സവം ആഘോഷമാക്കി. അപ്പൊ അവിടെ പിതാവ് പറഞ്ഞൊരു വാക്കിത്, ഈ എന്റെ മകൻ മരിച്ചവനായി ഇതാ വീണ്ടും ജീവിച്ചിരിക്കും. അതെ, ഹല്ലേലൂയ. ജ്യേഷ്ഠന് ഈ ആഘോഷങ്ങളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ജ്യേഷ്ഠൻ തന്റെ പറമ്പിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ, വീട്ടിലേക്ക് കയറാനായിട്ട് വൈമനസ്യം കാണിച്ച ആ മൂത്ത മകനോട് അപ്പൻ ചെന്ന് പറഞ്ഞൊരു കാര്യം എന്താ, നീ എന്താ മോനെ ഇങ്ങനെ പണങ്ങി നിൽക്കുന്നത്? നിന്റെ ഈ സഹോദരൻ, എന്റെ മകൻ മരിച്ചവനായിരുന്നു, എന്താ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് മരണം? അപ്പന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകുന്നതാണ് മരണം. അപ്പന്റെ വീട്ടിൽ നിന്ന് ഓടി മാറിപ്പോകുന്നതാണ് മരണം. അത് ആ മരണത്തിൽ കൂടെ കടന്നുപോയ ആദാം മരിച്ചു. എന്താ? അപ്പന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോയി. അതായത് സ്വരൂപം നഷ്ടപ്പെടുത്തിയ ആദാം. ആ സ്വരൂപം നഷ്ടപ്പെടുത്തിയ ആദമിന് നന്മ തിന്മകളുടെ അറിവ് അപ്പോൾ വന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവന് മുമ്പ് തന്നെ നന്മ തിന്മകളുടെ അറിവുണ്ടായി. എന്നാൽ അവനൊരു കാര്യം ഉണ്ടായി, ദൈവത്തിന്റെ സമ്പൂർണത നഷ്ടപ്പെടുത്തി. ദൈവത്തിന്റെ സമ്പൂർണ്ണത നഷ്ടപ്പെടുത്തി അവന്റെ സ്വന്തം ഹിതപ്രകാരം അവൻ ജീവിക്കാനാണ് തുടങ്ങി. എന്നാൽ യേശുക്രിസ്തുവിനോട് സംഭവിച്ച ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മളെ വീണ്ടും ആ പുത്രത്വത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് പിതാവിന്റെ അതേ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഒരു ഹല്ലേലൂയ, ഒരു അസാധാരണമായ നിലയിലേക്ക് നമ്മളെ കർത്താവ് മടക്കി. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്, ഇപ്പോൾ അവൻ നന്മ തിന്മകളെ കുറിച്ച് അറിയാൻ നമ്മിൽ ഒരുത്തനെ പോലെയായി, നമ്മിൽ ഒരാളെ പോലെയായി. പക്ഷെ ഇവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ തിന്ന്. ആ വാക്യം 22-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 3:22. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുവനെ പോലെയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കണ്ടു. അപ്പൊ അവിടെ ദൈവം പറയുകയാണ്, ഇവ എന്നേക്കും ജീവിക്കാൻ ഇടവരരുത്, എന്നേക്കും ജീവിക്കാൻ ഇടവരരുത്. എങ്ങനെ? ഇവൻ ഈ പഴം പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇടവരരുത്. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യൻ എന്നേക്കും ജീവിക്കരുത് എന്നായിരുന്നോ? ദൈവത്തിന്റെ ആഗ്രഹം അവൻ എന്നേക്കും ജീവിക്കണമെന്നത് തന്നെയാണ്. മനുഷ്യൻ എന്നേക്കും ജീവിക്കണമെന്നത് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അത് ഞാനും പകയ്ക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പൊ അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ?
ആദം പഴം പറിച്ചു തിന്ന് അവൻ ജീവൻ പ്രാപിക്കുന്നവനായി മാറരുത്. പകരം ഞാൻ അവന് ജീവൻ കൊടുത്ത്, ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുത്ത് എന്നേക്കും ജീവിക്കാൻ ഇടയാകും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. കർത്താവ് പറയുക, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഞാൻ സാക്ഷാൽ പാനീയവും ഞാൻ സാക്ഷാൽ ഭക്ഷണവുമാകുന്നു. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. കർത്താവ് പറഞ്ഞ കാര്യം. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. അതായത് അവിടെ മാംസവും രക്തവും എന്ന് പറയുന്ന വസ്തുക്കളെ അല്ല അവിടെ അർത്ഥമാക്കുന്നത്. പകരമായിട്ട് അവിടെ പറയുന്നത് ആത്മാവിനെ പാനം ചെയ്യുക. ഹല്ലേലൂയ. ആത്മാവ് നമുക്ക് അതേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 63-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ അവിടെ തൊട്ടു മുമ്പ് കർത്താവ് പറഞ്ഞ എന്താ? എന്റെ മാംസം ഭക്ഷിക്കണം, എന്റെ രക്തം കുടിക്കണം. പക്ഷെ അവിടെ തൊട്ടടുത്ത് പറയുക എന്റെ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ആത്മാവിനെ പാനം ചെയ്യുക. ആത്മാവിനെ പാനം ചെയ്ത് അവനോടുള്ള കൂട്ടായ്മയിലാക്കിയിരിക്കുക. അവനോട് ഏകാത്മാവ്. ഹല്ലേലൂയ. നമുക്കറിയാം കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. കൊരിന്ത്യ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തില് യേശു കർത്താവ് സ്ഥാപിച്ച തിരുവത്താഴത്തെ കുറിച്ച്, കർത്താവിന്റെ മേശയെ കുറിച്ച് പറയുന്ന വാക്യം 16-ാം വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹവാദം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന് അംശികളാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് കർത്തൃമേശയെ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അവന്റെ രക്തത്തിന്റെ പങ്കാളികളായിട്ടും അവന്റെ ശരീരത്തിന്റെ പങ്കാളികളായിട്ടും നമ്മൾ മാറുക. അവന്റെ രക്തത്തിന്റെ പങ്കാളികളായിട്ടും അവന്റെ ശരീരത്തിന്റെ പങ്കാളികളായിട്ടും നമ്മൾ മാറുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ പങ്കാളിയും അവന്റെ രക്തത്തിന്റെ പങ്കാളിയും കൂട്ടാളിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അവനോട് ഒന്നായി ചേരുക. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 6-17 നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവാകുന്നു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലാണല്ലോ നമ്മളിത് വായിച്ചത്. എന്നാൽ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്തൃമേശയെ കുറിച്ചുള്ള വിവരണം വളരെ മനോഹരമായിട്ട് പറയുന്നു. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 12-13 യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റു, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ സംഭവിച്ച കാര്യം എന്താ? മാംസം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക, ആത്മാവിനെ പാനം ചെയ്യുക. അതായത് കർത്താവിന്റെ മേശയിലൂടെ ഒന്നായി ചേരുന്ന എങ്ങനെയാണെന്നറിയോ? ദൈവത്തിന്റെ അതേ ആത്മാവ്, പുത്രനിൽ വസിച്ച യേശുക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ് നിങ്ങളിലും എന്നിലും വസിക്കുമ്പോഴാണ് ആ വണ്ണസ് ഉണ്ടാകുന്നത്. അവിടെയാണ് ഹല്ലേലൂയ ജീവൻ. നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞവനായ ആദാം താൻ തന്നെ കൈ നീട്ടി പഴം പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാനിട വരരുത്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി, ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവൻ മുഖാന്തരം മനുഷ്യൻ ജീവിക്കേണ്ടതിന്, നാം ജീവിക്കേണ്ടതിന്, അതിനായിട്ടാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവിയാണ് യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ നമുക്ക് ലഭിച്ചത്. അപ്പൊ അതിലൂടെ നമുക്കിപ്പോ എന്താണ് സംഭവിക്കേണ്ടത്? എന്താണ് നമ്മളിൽ സംഭവിക്കേണ്ടത്? നമ്മളിൽ മനസ്സ് മാറണം. എന്ത് മനസ്സാണ്? പുത്രന്റെ മനസ്സുള്ളവരായിട്ട് മാറണം. അടിമത്വത്തിന്റെ മനസ്സിൽ നിന്ന് പുത്രന്റെ മനോഭാവത്തിലേക്ക് വരണം. അതായത് ജഡത്തിന്റെ ചിന്തയാണ് മരണം, ആത്മാവിന്റെ ചിന്ത ജീവനം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജഡത്തിന്റെ ചിന്ത മാറണം, ആത്മാവിന്റെ ചിന്ത നമ്മൾ വെളിപ്പെടും. ജഡത്തിന്റെ ചിന്ത, ഞാൻ പാപിയാണ്, ഞാൻ കൊള്ളത്തില്ല, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ അടിമയാണ്, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല. ആ ഒരു അടിമത്വത്തിന്റെ ചിന്താഗതി മനസ്സിൽ നിന്ന് മാറ്റി, അടിമയാണെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി, ഞാൻ ദാസനാണെന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി, ഹല്ലേലൂയ, നമ്മുടെ മനോഭാവത്തെ ഒന്ന് മാറ്റാം. നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റാം. എങ്ങനെ? പുത്രന്റെ സ്വഭാവത്തിൽ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ, നമ്മള് നന്മതിന്മകളെ കുറിച്ച് അറിയുന്നതോ ജീവിക്കുന്നതോ ഇതൊന്നുമല്ല കർത്താവിന്റെ ആഗ്രഹം. കർത്താവിന് ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മനോഭാവത്തിൽ ഒരു അറിവുണ്ടാകണം. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ആ പുത്രത്വത്തിന്റെ മനോഭാവം വരുമ്പോൾ ജീവിതം പാടെ മാറും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഞാൻ എന്നിൽ വസിക്കുന്നത് ഹല്ലേലൂയ ആദാമിൽ വസിച്ച ആത്മാവല്ല, എന്നിൽ വസിക്കുന്നത് ക്രിസ്തുവിൽ വസിച്ച പുനരുത്ഥാനത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ, ആത്മാവിനെ പാനം ചെയ്ത് നമ്മള് നശിക്കത്തില്ല, തകരത്തില്ല, ശൂന്യമാകത്തില്ല.
നമ്മിൽ ഒരു വലിയ പ്രവൃത്തി ആരംഭിച്ചവൻ, അസാധാരണമായ പ്രവൃത്തികൾ നമ്മളിൽ കർത്താവ് ആരംഭിച്ചിരിക്കുക. അത് ഹല്ലേലൂയ ആരംഭിച്ചവന് ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നോ ഡൗട്ട് അറ്റ് ഓൾ. ഒരു തരി സംശയം വേണ്ട. ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് ധൈര്യത്തോടെ ആമേൻ ക്രിസ്തുവിൽ നമുക്ക് പുത്രന്മാരാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാം. ഒന്നിനും മടിക്കാതെ, ഒന്നിന്റെ മുമ്പിൽ പതറാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മ സഹായിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം ഞങ്ങളുടെ ഉള്ളിൽ വരികയും ക്രിസ്തുവിലൂടെ നിത്യതയും ഞങ്ങൾക്ക് തന്ന കർത്താവെ, നിത്യതയ്ക്ക് വിരോധമായി നിൽക്കുന്ന ശാപം, രോഗം, ദാരിദ്ര്യം, നിരാശ ഇവയെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ചിന്തകളിൽ നിന്ന് അറ്റുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ആ ഭയം ചിന്തകളിൽ നിന്ന് മാറിപ്പോകട്ടെ. നിരാശ മാറിപ്പോകട്ടെ. അടിമത്വത്തിന്റെ ചിന്തകൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിലൂടെയുള്ള ജീവൻ ഓരോ കുടുംബങ്ങളിലേക്കും വെളിപ്പെടട്ടെ. ഓരോ വ്യക്തികളിലേക്കും ക്രിസ്തു യേശുവിലുള്ള ജീവൻ വെളിപ്പെടട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ തന്നെ ജീവന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. ശാപങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളുടെ അകത്ത് കർത്താവിന്റെ ജീവൻ വെളിപ്പെടട്ടെ. വ്യക്തികളിൽ രൂപാന്തരം ഉണ്ടാകട്ടെ. ആമേൻ. സാഹചര്യങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ, വിദ്യാഭ്യാസത്തിൽ, തലമുറകളുടെ മേല് യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, തലമുറകളായി നിൽക്കുന്ന ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ തലമുറകളായി കുടുംബങ്ങളെ വാഴുന്ന ശാപത്തിന്റെ എല്ലാ കുരുക്കുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അത്ഭുത വിടുതലുണ്ടാകട്ടെ. അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി മാറ്റിയിരിക്കുന്നതിനായി സ്തോത്രം. ആ ഉറപ്പോടുകൂടെ വാഴാൻ സഹായിക്കും. മഹത്വം ഒരുക്കപ്പെട്ട കുഞ്ഞാടിൽ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിങ്ങളിൽ വാഴുന്നതിലുണ്ട്. നിങ്ങൾ സാധാരണക്കാരല്ല. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ആ ഉത്തമ ബോധ്യത്തോടുകൂടെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളും മുന്നോട്ട് ഒന്നും തിരിഞ്ഞു നോക്കണ്ട, മുന്നോട്ട് പോവുക. ഈ ദിവസങ്ങൾ അത്ഭുതത്തിന്, അനുഗ്രഹത്തിന്, വലിയ വിടുതലിന്റെ, വലിയ ജയത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ. കർത്താവ് എല്ലാ നന്മകളാലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ തന്നെ, നിങ്ങളുടെ ദേശത്ത് തന്നെ ഒരു സാക്ഷിയായി കർത്താവ് നിർത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.